3 മാസത്തിനകം മൂവാറ്റുപുഴ തേനി സംസ്ഥാന പാതയുടെ ഏറ്റെടുത്ത ഭാഗത്ത് 20 മീറ്റർ വീതിയിൽ അലൈൻമെന്റ് തയ്യാറാക്കാൻ സർക്കാർ ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ് വിളിച്ചു ചേർത്ത യോഗത്തിൽ നിർദ്ദേശം. ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ മൂവാറ്റുപുഴ മുതൽ പെരുമാങ്കണ്ടം വരെയുള്ള ഹൈവേയുടെ നിർമ്മാണം നേരത്തെ പൂർത്തീകരിച്ചിരുന്നു. നിലവിൽ പൂർത്തിയായ പാതയുടെ പല ഭാഗത്തും വീതി കുറഞ്ഞതും കൊടും വളവുകളും വലിയ തോതിൽ അപകടങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് യോഗം ചേർന്നത്. 3 മാസത്തിനകം മൂവാറ്റുപുഴ തേനി സംസ്ഥാന പാതയുടെ ഏറ്റെടുക്കാത്ത ഭാഗത്ത് 20 മീറ്റർ വീതിയിൽ അലൈൻമെന്റ് തയ്യാറാക്കാൻ സർക്കാർ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് വിളിച്ചു ചേർത്ത യോഗത്തിൽ നിർദ്ദേശം. ജർമ്മൻ സാമ്പത്തിക സഹായത്തോടെ മൂവാറ്റുപുഴ മുതൽ പെരുമാങ്കണ്ടം വരെ ഹൈവേയുടെ നിർമ്മാണം നേരത്തെ പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ പെരുമാങ്കണ്ടം മുതൽ പരിയാരം കോട്ടക്കവല വരെയുള്ള ഭാഗത്തെ നിർമ്മാണം പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടക്കുകയാണ്. ഇത് വേഗത്തിലാക്കിയാൽ മാത്രമേ പാതയുടെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കുകയുള്ളൂ. നിലവിൽ പൂർത്തിയായ പാതയും പല ഭാഗത്തും വീതി കുറഞ്ഞതും കൊടും വളവുകളും വലിയ തോതിൽ അപകടങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് 20 മീറ്റർ വീതിയിൽ അലൈൻമെന്റ് തയ്യാറാക്കണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നത്. പാത കടന്നുപോകുന്ന ഭാഗത്തെ ജനപ്രതിനിധികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. കോട്ടക്കവല മുസ്ലിം പള്ളി മുതൽ കോടിക്കുളം മഠം ജംഗ്ഷൻ വരെയുള്ള നിർമ്മാണത്തിനായി ബജറ്റിൽ നേരത്തെ 6 കോടി രൂപ അനുവദിച്ചിരുന്നു. ഈ ഭാഗത്തെ നിർമ്മാണം നടക്കുകയാണ്. മൂവാറ്റുപുഴ തേനി സംസ്ഥാന പാതയുടെ വികസനത്തിന് തടസ്സമായ കോട്ടപ്പുറമ്പോക്കിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ഹൈക്കോടതി വിധി നടപ്പാക്കണമെന്ന് ഹൈവേ പുനർനിർമ്മാണ സെൻട്രൽ ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൂവാറ്റുപുഴ തേനി റോഡ് നിർമ്മാണം പൂർത്തിയായാൽ എറണാകുളത്തു നിന്ന് ഇടുക്കിയിലേക്കും തമിഴ്നാട്ടിലേക്കുമുള്ള യാത്രാദൂരം വലിയ തോതിൽ കുറയും. വിനോദസഞ്ചാര വികസനത്തിനും പാത കടന്നുപോകുന്ന പഞ്ചായത്തുകളുടെ വികസനത്തിനും വലിയ തോതിൽ പ്രയോജനപ്പെടുകയും ചെയ്യുമെന്നാണ് കരുതുന്നത്. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം.